ഹായ് ഫ്രണ്ട്സ്, മനഃശക്തി ഉപയോഗിച്ച് എങ്ങനെ ജീവിത വിജയം നേടാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 100% റിസൾട്ട് വേണ്ടവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ അതാണ് എനിക്കുള്ള മോട്ടിവേഷൻ. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമന്റും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ തരുന്നത്. കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഫ്രീ ക്ലാസ്സുകളും പോസിറ്റീവ് മോട്ടിവേഷൻസും അവിടെ കിട്ടുന്നതാണ്. മൈൻഡ് പവർ അല്ലെങ്കിൽ മനഃശക്തി എന്ന് പറയുമ്പോൾ മനസ്സ് എന്താണെന്ന് ആദ്യമേ തന്നെ ചോദിക്കണം, അല്ലെ? മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തില്? ബാക്കി ഏത് അവയവം ചോദിച്ചാലും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ മനസ്സ് എന്നൊരു അവയവം നമ്മൾ ഇന്ന് വരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും ഹൃദയം എന്ന് പറഞ്ഞാലും മനസ്സെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ചിന്തകളും നമ്മളുടെ കുറെ ബിലീഫ് സിസ്റ്റവും നമ്മൾ കുറെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് മനസ്സെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മനസ്സ് എപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അതായത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെയും അത് തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെ? നമ്മുടെ ചിന്തകളുടെയും ഭാവനകളുടെയും എല്ലാത്തിന്റെയും ഒരു ആകത്തുകയാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്കൊരു ഐസ്ബർഗുമായിട്ട് ഉപമിക്കാം. അതായത് ഐസ്ബർഗ് നിങ്ങൾക്ക് അറിയാലോ, ടൈറ്റാനിക് ഇടിച്ച് തകർന്നത് ഐസ്ബർഗിലാണ്. ഇത്രയും വലിയ ടൈറ്റാനിക് ഒരു ഐസ്ബർഗിൽ ഇടിച്ച് തകരണമെങ്കിൽ ഐസ്ബർഗ് എത്ര വലുതായിരുന്നിരിക്കണം, അല്ലെ? അപ്പോ ഐസ്ബർഗിന്റെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാലോ? ഐസ്ബർഗ് നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു 10% ഒക്കെ കാണാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ 90% അത് എങ്ങോട്ടേക്കായിരിക്കും? താഴേക്കായിരിക്കും. വെള്ളത്തിന് താഴേക്കായിരിക്കും കിടക്കുന്നത്. വലിയ കൂറ്റനായിട്ടുള്ള ഒരു ഭാഗമായിരിക്കും അതിന് താഴേക്കുള്ളത്. പക്ഷെ മുകളിൽ വളരെ ചെറിയൊരു ഭാഗമായിരിക്കും കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? വലിയൊരു മഞ്ഞ് മലയെ അടിയിൽ വെച്ചിട്ട് മുകളിൽ ഒരു ചെറിയ കൂണ് പോലെയാണ് ഇത് കാണുക. ചെറിയൊരു കഷ്ണമായിട്ടാണ് നമുക്ക് കാണുക, ഒരു 10%. ബാക്കി 90% വെള്ളത്തിനടിയിലായിരിക്കും. അപ്പൊ മുകളിൽ കാണുന്ന കാഴ്ച കണ്ടിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? ഇത് വളരെ ചെറുതാണ് എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. നിങ്ങൾ നോക്കൂ, ഈ ഐസ്ബർഗില് മുകളിൽ വളരെ കുറച്ചേ ഉള്ളൂ, 10%. അതിനെയാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതിന് താഴേക്ക്, വെള്ളത്തിന് താഴേക്ക് കിടക്കുന്ന മേജർ ഭാഗം ഉണ്ടല്ലോ, 90%, അവിടെയാണ് നമ്മുടെ സബ് കോൺഷ്യസും അൺകോൺഷ്യസും വരുന്നത്. ഈ സബ് കോൺഷ്യസിനെയും അൺകോൺഷ്യസിനെയും നമുക്ക് ഒന്നായിട്ട് സബ് കോൺഷ്യസ് തന്നെ വിളിക്കാം തൽക്കാലത്തേക്ക്. അപ്പോ ഈ സബ് കോൺഷ്യസ് വളരെ വലുതും നമ്മുടെ കോൺഷ്യസ് വളരെ ചെറുതുമാണ്. അതിനിടയിൽ ആ വെള്ളത്തിന്റെ അവിടെ ആ പോർഷൻ ഉണ്ടല്ലോ, അതായത് മുകളിലേക്കും താഴേക്ക് ആ വെള്ളത്തിന്റെ ആ ഭാഗം നമ്മൾ വരുന്ന ആ വരയില്, അവിടെ ഒരു ചെറിയ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലോജിക് ബാരിയർ എന്ന് പറയുന്നത്. അപ്പോ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോർഡ് പോലെ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. വളരെ മൈൽഡ് ആയിട്ട് ഈ പറയുന്ന അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്തുള്ള ചെറിയ കാര്യങ്ങൾ അൺകോൺഷ്യസിൽ കിടക്കുന്നതില്ലാതെ ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് ബോർഡ് പോലെയാണ്. പക്ഷെ അതിനുശേഷം എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ആ കുഞ്ഞിനെ ശ്രദ്ധ കൊടുക്കുന്നത് ആരാണോ, അമ്മയാണെങ്കിൽ അമ്മ, അമ്മുമ്മയാണെങ്കിൽ അമ്മുമ്മ, കെയർ ടേക്കർ ആണെങ്കിൽ കെയർ ടേക്കർ, അവരാ കുഞ്ഞിനോട് പെരുമാറുന്ന രീതി അനുസരിച്ചിട്ട് കുഞ്ഞിന്റെ 5 സെൻസുകളിലൂടെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കുറെ കാര്യങ്ങളെ കയറ്റിവിടുന്നു. അതായത് കുഞ്ഞിന്റെ ബ്രെയിൻ അതിനെല്ലാം സെൻസ് ചെയ്യുന്നു. കുഞ്ഞിന്റെ ബ്രെയിനിലൂടെ ഇതെല്ലാം മെസ്സേജുകളെല്ലാം കുഞ്ഞ് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോ കുഞ്ഞിന് ജനിച്ച അന്ന് മുതല് 6 വയസ്സ് വരെ കുഞ്ഞിലേക്ക് വന്നിട്ടുള്ള കുഞ്ഞിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് കുഞ്ഞ് കുറെ വിശ്വാസങ്ങൾ ഈ മനസ്സിൽ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിശ്വാസങ്ങളാണ് എത്ര വലുതായാലും
നമ്മെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. TA പ്രകാരം പറയുന്നത് 6 വയസ്സിനുള്ളിൽ നമ്മുടെ മനസ്സിന്റെ ഡെവലപ്മെന്റ് പൂർത്തിയായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. അതായത് നമ്മുടെ ലോജിക് ബരിയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോ 6 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മൾ ആ കുഞ്ഞു നാളില് 6 വയസ്സ് വരെയുള്ള കുഞ്ഞിനോട്, ഒരു 2-3 വയസ്സുള്ള കുഞ്ഞിനോട് നമ്മൾ പറയാണ് അമ്പിളിമാമനെ പിടിച്ചുകൊണ്ട് തരാന്ന് പറഞ്ഞാൽ കുഞ്ഞത് വിശ്വസിക്കും. കാരണം 3 വയസ്സുള്ള കുഞ്ഞിന് ലോജിക് ബാരിയർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ കുഞ്ഞുങ്ങളോട് എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ലോജിക് ബാരിയർ ഇല്ലാത്തത് കൊണ്ടാ. അപ്പോ നമ്മള് ആ 6 വയസ്സിന് ശേഷം അവന് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും. അപ്പൊ അവന്റെ അടുത്ത് പറയാണ് അമ്പിളിമാമനെ പിടിച്ചുകൊണ്ട് വരാന്ന്, അവനറിയാം പിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ലോജിക് ബാരിയർ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതിനർത്ഥം അതാണ്. അപ്പൊ ഈ 6 വയസ്സിന് മുന്നേ ഉള്ള കുഞ്ഞിന്റെ ഫോർമേഷനില് ആ കുഞ്ഞിന് കിട്ടിയിട്ടുള്ളത് പോസിറ്റീവ് അനുഭവങ്ങളാണെങ്കിൽ ഒരു പക്ഷെ അവന്റെ മൈൻഡ് പോസിറ്റീവ് ആയിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നെഗറ്റീവ് അനുഭവങ്ങളാണെങ്കിലോ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. നമ്മൾക്ക് അറിയില്ല നമ്മളുടെ മനസ്സ് എങ്ങനെയാണ് ഫോം ചെയ്ത് വെച്ചിട്ടുള്ളത്, ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണെന്ന്. പക്ഷെ ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് ഫോം ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടാണ്, നമ്മുടെ ജീവിതം സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഫോം ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടാണ്. അപ്പൊ പലരും ചോദിക്കും ഇനി ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യണം എന്ന് പറയും. വൺസ് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ കുറച്ച് പാത്സ് അല്ലെങ്കിൽ വഴികളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ന്യൂറോണൽ കണക്ഷൻസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുകയും നമ്മുടെ ഫിൽറ്ററുകളെല്ലാം അതുപോലെ വെച്ചിട്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ ഈ കോൺഷ്യസിന് എന്താ റോൾ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ? കോൺഷ്യസ് മൈൻഡിന്റെ റോൾ എന്താന്ന് വെച്ചാല് നമുക്ക് വേണ്ട കാര്യങ്ങളെ എന്താണ്, അതായത് ഇപ്പൊ കോൺഷ്യസ് മൈൻഡിൽ എന്ത് 10% എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ത് കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നു, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു, നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നു, ഈ ലോകത്തോട് നമുക്ക് സംവദിക്കാൻ പറ്റുന്നു. അതാണ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ലോജിക് ബാരിയറിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാല് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ വരുന്ന കാര്യങ്ങളെ ഈ ലോജിക് ബാരിയർ ഒരു ഫിൽട്ടർ ചെയ്യുക അവിടെ വെച്ചിട്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇതിനെ കയറ്റി വിടണമോ വേണ്ടയോ എന്ന് ലോജിക് ബാരിയർ ആണ് തീരുമാനിക്കുന്നത്. അതായത് 6 വയസ്സ് വരെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന മനസ്സിന്റെ വിശ്വാസം അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ ലോജിക് ബാരിയർ അതിനെ നമ്മുടെ സബ് കോൺഷ്യസിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുള്ളൂ. അതല്ല, നമ്മുടെ ലോജിക് ബാരിയർ അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അത് സബ് കോൺഷ്യസിലേക്ക് കടത്തിവിടുന്നില്ല. ആക്ച്വലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പാവ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. അതായത് നീ എന്താ പറയാ മൾട്ടി മില്യണയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് അത് വിശ്വസിക്കും. നമ്മളൊരു 30 ദിവസം അത് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസിന്റെ വിചാരം നമുക്ക് ഇങ്ങനെ $multi million കിട്ടിയാലാണ് സന്തോഷം ഉണ്ടാവുക. അപ്പൊ അതിനുള്ള വഴികൾ എന്താണെന്ന് ആലോചിച്ച് അത് നമ്മുടെ സബ് കോൺഷ്യസ് അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് തുറന്നു തരും. പക്ഷേ എവിടെയാ പ്രശ്നം കിടക്കണേ? നമ്മുടെ ലോജിക് ബാരിയർ സമ്മതിക്കില്ല. മൾട്ടി മില്യണയർ ആവാൻ നിനക്ക് പറ്റുമെന്നോ? നിന്റെ കയ്യിൽ ₹1 പോലും ഇല്ല, പിന്നെ എങ്ങനെയാ നീ മൾട്ടി മില്യണയർ ആവുക? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ലോജിക് ബാരിയർ ചോദിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഷ്യസ് മൈൻഡ് ഈ തോട്ടിനെ കടത്തിവിടാൻ നോക്കുമ്പോ ലോജിക് ബാരിയർ അതിനെ ബ്ലോക്ക് ചെയ്ത് തിരിച്ചുവിടും. സബ് കോൺഷ്യസിലേക്ക് ഈ തോട്ട് കയറില്ല. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ലിമിറ്റിംഗ് ബിലീഫ്സും അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോ ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ശക്തിയെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഈ ലോജിക് ബാരിയറിന്റെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ സബ് കോൺഷ്യസിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ? അത് വളരെ ഈസിയാണ്, പോസിബിളും ആണ്. പക്ഷെ അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അതായത്
നമ്മുടെ ലോജിക് ബരിയർ ഏറ്റവും വീക്ക് ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയവും നമ്മൾ ഉണർന്നെഴുന്നേറ്റ ഉടനെയുള്ള സമയമാണ്. അതായത് ഉറക്കത്തിന് തൊട്ട് മുമ്പും ഉണർന്നെഴുന്നേറ്റ് ഉടനെയുള്ള 1 മണിക്കൂർ ഗോൾഡൻ അവർ എന്ന് അറിയപ്പെടുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് ഉള്ളിലേക്ക് എടുക്കും. അതായത് ആ സമയത്ത് ലോജിക് ബരിയർ ഭയങ്കര വീക്കായിരിക്കും. ഈ സെക്യൂരിറ്റി ഗാർഡ് കുറച്ചെങ്കിലും വീക്കായിരിക്കുന്ന ഉറങ്ങിപ്പോകുന്ന ഒരു സമയമാണ്. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേയും ഉണർന്നെഴുന്നേറ്റ ഉടനെയും ലോജിക് ബരിയർ ഭയങ്കര വീക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും അത് നമ്മുടെ സബ് കോൺഷ്യസിന്റെ ഉള്ളിലേക്ക് പോവുകയും സബ് കോൺഷ്യസ് അത് വിശ്വസിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കിട്ടുകയും ചെയ്യും. അതായത് ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ലോജിക് ബരിയർ വീക്കായിരിക്കും. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് വളരെയധികം ആക്ടിവേറ്റ് ആവുന്ന സമയമാണ്. നമ്മുടെ ലോജിക് ബരിയർ വീക്കായിട്ട് കോൺഷ്യസ് ചെയ്യുന്ന ഡയറക്റ്റ് നമുക്ക് സബ് കോൺഷ്യസിലേക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പൊ ഇത്രയും ദിവസം ഞാനിട്ട വീഡിയോസിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ചിന്തിക്കേണ്ടതിന്റെ കാര്യം എന്താണ്, നമ്മൾ എന്തിനാണ് നമ്മുടെ മനസ്സിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അഫർമേഷൻസിലൂടെ കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ്സിനെ ഓവർകം ചെയ്ത് പോസിറ്റീവാക്കി മാറ്റുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 10% കോൺഷ്യസിനേക്കാളും എന്തുകൊണ്ട് പവർഫുൾ എന്താണ്, സബ് കോൺഷ്യസ് ആണ്. 90% ഉള്ള സബ് കോൺഷ്യസ് ആണ്. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഈ മെസ്സേജുകളെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ കോൺഷ്യസ് 10% വളരെയധികം അലേർട്ട് ആയിരിക്കണം, അവെയർ ആയിരിക്കണം. നമുക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടെത്തി കൃത്യമായ വ്യക്തതയോടെ അതിനെ സബ് കോൺഷ്യസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. നമുക്ക് വേണ്ട കാര്യങ്ങൾ നടന്നു കിട്ടും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ എല്ലാം മാറ്റിയിട്ട് നമുക്ക് സബ് കോൺഷ്യസിലേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? അതിന് നമുക്ക് ബ്രെയിനിനെ റീവയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്തെടുത്ത് നമ്മൾക്ക് സബ് കോൺഷ്യസിലേക്ക് കൊടുക്കാൻ പറ്റും. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പല വഴികളുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് പാല് വാങ്ങാൻ ഒരു വീട്ടിലേക്ക് പോകണം. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ മെയിൻ റോഡ് വഴി ഒരുപാട് വളഞ്ഞു തിരിഞ്ഞൊരു വഴിയിലൂടെ പോവാം. അതുകൂടാതെ പാടത്തിന്റെ വരമ്പത്ത് കൂടി വളരെയധികം വളഞ്ഞു തിരിഞ്ഞൊരു വഴിയിലൂടെ പോവാം. ഇതെല്ലാം എനിക്ക് വളരെ ദൂരത്തിലാണ്. അതായത് ഒരു മെയിൻ റോഡിലൂടെ പോകണമെങ്കിൽ എനിക്ക് 20 മിനിറ്റ് നടക്കണം. ഞാൻ പാടവരമ്പത്തൂടെ പോവുകയാണെങ്കിൽ എനിക്ക് 15 മിനിറ്റ് നടക്കണം. ഇതൊന്നും വേണ്ട, എനിക്ക് ഈ പാടം നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് എത്താം. അതിനാകെ 5 മിനിറ്റ് മതിയെന്ന് വിചാരിക്കുക. അപ്പോ ഈ പാടം എന്ന് പറഞ്ഞാൽ നിറച്ച് പുല്ല് പിടിച്ചു കിടക്കുക, കളകൾ പിടിച്ചു കിടക്കുക, അവിടെ കൃഷികളൊന്നുമില്ല. അപ്പൊ എനിക്ക് അതിന്റെ നടുവ് കൂടെ ഒരു വഴി ഇട്ട് കഴിഞ്ഞാൽ, നടുവ് കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇവരുടെ വീട്ടിലെത്താം. ഞാൻ അതുവഴി നടുവിലൂടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ് നടക്കാതിരുന്നാൽ വല്ലതും നടക്കുമോ? ഇല്ല. ഞാൻ അപ്പൊ എന്ത് ചെയ്യണം? പകരം എന്ത് ചെയ്യണം? ധൈര്യപൂർവ്വം ഇറങ്ങി ഈ കാടൊന്ന് വെട്ടിത്തെളിക്കാൻ നോക്കുക. കാട് വെട്ടിത്തെളിച്ചാലും പിറ്റേ ദിവസം വീണ്ടും അവിടെ കാട് വരല്ലേ. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ കാട് വെട്ടിത്തെളിച്ച് ഒരു ദിവസം അതുവഴി നടന്നു, പിറ്റേ ദിവസം തൊട്ട് ഞാൻ അതുവഴി വീണ്ടും പോകാതിരുന്ന അവിടെ വീണ്ടും കാട് വളരും അല്ലേ. ഞാൻ ഒരു ദിവസം നടന്നു, 2 ദിവസം നടന്നു, 3 ദിവസം നടന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം അതുവഴി നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചുറ്റും കളകളും നടുവിൽ ഒരു വഴിയുമായിട്ട് അത് രൂപപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ പല സ്ഥലത്തും അങ്ങനത്തെ നടപ്പുവഴികൾ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. അതെന്തുകൊണ്ടിട്ട് സ്ഥിരമായിട്ട് ആളുകൾ നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ അതുവഴി നടന്നു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു പാത രൂപപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ബ്രെയിനിലും. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പുതിയ ന്യൂറോണൽ കണക്ഷൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിത്തരുന്നതിനുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ നേടിത്തരുന്നതിന് വേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അതിനെ അവസരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കണ്ടെത്തി അത് ഉപയോഗിക്കുക മാത്രമേ വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാട് നിന്നോ നമുക്ക് മെസ്സേജുകൾ തന്നുകൊണ്ടേയിരിക്കും.
ഇങ്ങനെയാണ് നമ്മൾക്ക് വിജയത്തിലെത്താൻ പറ്റുക. അപ്പൊ നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ വിശ്വസിച്ച് വേണ്ട കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പോ മനഃശക്തിയിലൂടെ നമുക്ക് വിജയം നേടേണ്ടത് എങ്ങനെയാന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുത്ത് അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് വിശ്വസിച്ച് നമ്മുടെ മനസ്സിലേക്ക് ചെയ്യണം. പക്ഷെ ഇത് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ ഉണർന്നെഴുന്നേറ്റ ഉടനെ തന്നെ. പിന്നെ പുതിയ വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പുതിയ വഴികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.